അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റേതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ 300 ഗ്രാം ചിക്കന് എല്ലില്ലാത്ത പീസ്, ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ തന്നെ വെള്ളം വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ചിക്കൻ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് സാൻഡ്വിച്ചിലേക്ക് വേണ്ട മയോണൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രം മതി. 1 ടീസ്പൂൺ പഞ്ചസാര വേണം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് വേണം. 2 ടേബിൾ സ്പൂൺ പാൽ വേണം. 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വേണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ കൂടെ ഒഴിച്ചിട്ട് 1 മിനിറ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്ക് മതി മയോണൈസിന്, ഒരുപാട് അങ്ങോട്ട് തിക്കാവണ്ട. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കനാണിത്. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 14 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ചിക്കനിലേക്ക് ഞാൻ 2 ചെറിയ കുക്കുംബർ തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കുംബർ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അങ്ങനെ ചേർക്കണമെന്നില്ല, ഡയറക്റ്റ് കുക്കുംബർ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ മയോണൈസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി അതുപോലെ ലെറ്റ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. എത്ര വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഓരോ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഫില്ലിംഗ് ആയിട്ട്. ഞാൻ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് മറ്റേ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ഇതുപോലെ എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് നോർമലായിട്ട് ചെയ്യാം. സാൻഡ്വിച്ച് മേക്കർ ഇല്ലാതെ തന്നെ ഈസിയായിട്ട് നമുക്ക് ബ്രെഡ് കറക്റ്റ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ സാൻഡ്വിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇതുപോലെ വെയിറ്റുള്ള എന്തെങ്കിലും ചതുക്കുന്ന കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പ്രസ്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒട്ടി നല്ല വിട്ടു പോവാത്ത രീതിയിൽ കിട്ടും. കണ്ടില്ല, ഇങ്ങനെ തന്നെ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ ഒട്ടും വിട്ടുപോയില്ല, നന്നായിട്ട് പ്രസ്സായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. അങ്ങനെയും ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് മേക്കർ വേണമെന്നൊന്നുമില്ല. സാൻഡ്വിച്ച് മേക്കറിൽ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ 2 ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ ലോക്ക് ഇങ്ങോട്ടുണ്ടല്ലോ, ഈ ലോക്ക് കാണുന്നത് ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഒരുപാട് അങ്ങോട്ട് പരന്നു പോവും, ഹാർഡായി പോവും. ജസ്റ്റ് ഇതൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഇത് ലോക്കാക്കരുത്. ലോക്കാക്കി കഴിഞ്ഞാൽ ബ്രെഡ് അങ്ങോട്ട് പരന്ന് ഭയങ്കര ക്രിസ്പി ആയി പോവും. അതുപോലെ ഒരുപാട് നേരം മൊരിച്ചെടുക്കരുത് ബ്രെഡ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ സോഫ്റ്റ്നെസ് വേണേനും ഒന്ന് ചൂടായി കിട്ടും വേണം, അത്ര മതി. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് 1 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറക്റ്റ് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ക്രിസ്പി അല്ല, ബ്രെഡിൻ്റെ ആ സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ചിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.